ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഭൂമിയുടെ അവകാശികളുടെ അവകാശം സ്ഥാപിച്ചെടുത്ത കഥയുടെ സുൽത്താൻ കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞിട്ട് വർഷം 22 കഴിഞ്ഞു. എല്ലാവർക്കും ഇടമുണ്ട്. എന്നാൽ സുൽത്താന്റെ സ്മാരകം എന്നത് ഇന്നും രേഖകളിൽ മാത്രം. പുതിയ സർക്കാർ എന്തെങ്കിലും ഇതിനൊരു പരിഹാരമുണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രധാന വാർത്തകളിലേക്ക്. ജീവനക്കാരുടെ രാഷ്ട്രീയ പ്രേരിത സ്ഥലമാറ്റത്തിൽ പ്രതിഷേധം ശക്തം. NGO അസോസിയേഷൻ പ്രതിഷേധ കൂട്ടായ്മ DD ഓഫീസ് പരിസരത്ത്. മിലിറ്ററി റിസർവിസ്റ്റ് പെൻഷൻകാരുടെ പെൻഷൻ നടപടിയിൽ മുഖം തിരിച്ച് കേന്ദ്ര ഗവൺമെന്റ്. കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി പെൻഷനേഴ്സ്. മലയാള സാഹിത്യ ലോകത്തിലെ സുൽത്താൻ അകന്നു മറഞ്ഞിട്ട് 22 ആണ്ട്. എങ്ങുമെത്താതെ ബഷീർ സ്മാരക സ്വപ്നം. വിശദമായ വാർത്തകളിലേക്ക്. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ചെറിയ പെരുന്നാൾ ആഗതമായി. മൈലാഞ്ചി മുഞ്ചിന്റെയും പുത്തൻ കൊടിയുടെയും മോടിയിൽ പെരുന്നാൾ ആഘോഷം പൊടിപിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസികൾ. ഏവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പരിശുദ്ധ ഖുർആൻ അവതീർണമായ റമദാൻ മാസത്തിന് വിട നൽകി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക്. നാടും നഗരവും പെരുന്നാളിനെ വരവേൽക്കാൻ നേരത്തെ ഒരുങ്ങിക്കഴിഞ്ഞു. ഊതുമത്രവും പാദരക്ഷകളുമൊക്കെയായി വീട്ടിലെ എല്ലാവർക്കും പുത്തൻ വാങ്ങാൻ അങ്ങാടിയിലേക്ക് നീങ്ങി. മാളുകളിലും പ്രധാന കേന്ദ്രങ്ങളിലുമെല്ലാം വൻ തിരക്കായിരുന്നു. തെരുവോര വിപണിയും സജീവം. മഴ മാറി നിന്ന അന്തരീക്ഷത്തിൽ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ നല്ല തിരക്ക് അനുഭവപ്പെട്ടു. പെരുന്നാളിന്റെ മറ്റൊരു മൊഞ്ചാണ് മൈലാഞ്ചിയിടൽ. കല്യാണത്തലേ നിന്ന പോലെ മൈലാഞ്ചിയുടെ അഴക് വിരിയുന്ന ദിനമാണ് പെരുന്നാൾ രാവ്. കൈവെള്ളയിൽ മൈലാഞ്ചി കോൺ കൊണ്ട് കലാവിരുത് തീർക്കുന്നതിൽ വലിപ്പച്ചെറുപ്പമില്ല. പണ്ടുകാലത്ത് മൈലാഞ്ചിയിടൽ ഒരു ചടങ്ങ് കൂടിയാണ്. പറിച്ചെടുത്ത് അരച്ച മൈലാഞ്ചിക്കായിരുന്നു പണ്ട് പ്രിയമെന്ന് കണിയാറക്കൽ തറവാട്ടിലെ ഫാത്തിമ പറയുന്നു. ഞങ്ങൾ കുട്ടിക്കാലത്ത് ഇങ്ങനെ അരച്ചിട്ടുള്ള മൈലാഞ്ചി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ കുട്ടുകുടുംബം എല്ലാവരും നല്ല രസമാണ്. വീട്ടിൽ എല്ലാവരും കൂടിയിട്ടാണ് മൈലാഞ്ചി ഇടല്. പെരുന്നാളിന്റെ 2 ദിവസം മുമ്പേ മൈലാഞ്ചി ഇടാൻ തുടങ്ങും. തലേ ദിവസം വരെ നീണ്ടു നിൽക്കും. കുടുംബങ്ങളുടെ ഒത്തുചേരൽ കൂടിയാണ് പെരുന്നാൾ ആഘോഷവും മൈലാഞ്ചി ഇടലുമെല്ലാം. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ വരെ നാട്ടിൽ പെരുന്നാൾ കൂടാനെത്തും. നാടും നഗരവും പെരുന്നാൾ തിരക്കിൽ അമരുമ്പോൾ മൈലാഞ്ചിയിടലൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ വിഭവങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലേക്കാണ് മുതിർന്ന സ്ത്രീകൾ നീങ്ങുക. സജീഷ് കുമാർ തറയിൽ, ജില്ലാ വാർത്തകൾ, കോഴിക്കോട്. ഹിജ്റ കമ്മിറ്റി നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ ഈദ്ഗാഹ് നടന്നു. ശാസ്ത്രീയമായി ചന്ദ്രമാസം പിറന്നത് ചൊവ്വാഴ്ചയാണ് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹിജ്റ കമ്മിറ്റി പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിച്ചത്. കോഴിക്കോട് സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന ഈദ്ഗാഹിന് CH മുസ്തഫ മൗലവി നേതൃത്വം നൽകി. സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്ന ന്യൂമൂൺ പ്രതിഭാസത്തിനു ശേഷം ശാസ്ത്രീയമായി ചന്ദ്രമാസം പിറക്കുന്നത് ചൊവ്വാഴ്ചയാണ്. ഈ കലണ്ടറിന്റെ അടിസ്ഥാനത്തിലാണ് ഹിജ്റ കമ്മിറ്റി ഓഫ് ഇന്ത്യ വിവിധ സ്ഥലങ്ങളിൽ ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചു വരുന്നത്. ഇതോടൊപ്പം ഒരു ഏകീകൃത ചന്ദ്രമാസ കലണ്ടർ യാഥാർത്ഥ്യമാക്കാൻ ഈയിടെ തുർക്കിയിൽ ചേർന്ന ആഗോള സമ്മേളനം ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആഗോളതലത്തിൽ 18 രാജ്യങ്ങളിലും ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. കോഴിക്കോട് നടന്ന ഈദ്ഗാഹിന് CH മുസ്തഫ മൗലവി നേതൃത്വം നൽകി. الله أكبر. إياك نعبد وإياك نستعين. عاملة ناصبة فلا يغنيهم جوع. قلوب يومئذ ناعمة. أكمام موضوعة. ونمارق
مصفوفة وزرابي مبثوثة الله റമദാനിൽ നേടിയ ആത്മവിശുദ്ധി തുടർന്നും നിലനിർത്താൻ സാധിക്കണമെന്നും വിശ്വാസികളുടെ കാഴ്ചപ്പാടുകൾ കൂടുതൽ വിശാലമാക്കണമെന്നും അദ്ദേഹം ഉണർത്തി. അതിന്റെ സത്ത പറഞ്ഞു കൊടുക്കുന്നുള്ളത് റമദാനിന്റെ സത്ത ഖുർആനാണ്. ശക്രു റമദാനിലേക്ക് മനസ്സിലാക്കിയത് ഖുർആൻ. ലൈലത്തുൽ ഖദറിന്റെ ആത്മാവ് ഖുർആനാണ്. ഇന്നാണ് അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. കോഴിക്കോടിന് പുറമെ മലപ്പുറം, അരീക്കോട്, പൊന്നാനി, വണ്ടൂർ, പാലക്കാട്, തൃശൂർ, ചാവക്കാട്, ആലുവ, എറണാകുളം എന്നിവിടങ്ങളിലാണ് ഹിജ്റ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ നമസ്കാരം നടന്നത്. കോഴിക്കോട് സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ടി അബ്ദുൾ ഷുക്കൂർ, കെ മൊയ്തീൻ കോയ, റാബിയത്ത്, സാഹിർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലയാള സാഹിത്യ സാമ്രാജ്യത്തിലെ ഇമ്മണി ബല്യ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 22 വർഷം കഴിഞ്ഞു. എല്ലാ ജീവികളും ഈ ഭൂമിയുടെ അവകാശികളാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ബഷീറിന് ഈ ഭൂമിയിൽ ഇനിയും ഒരു സ്മാരകമില്ല എന്നതിൽ സാംസ്കാരിക കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടിയിരിക്കുന്നു. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ ഫണ്ടുകൾ വകയിരുത്തിയിട്ടും കാര്യങ്ങൾ മുറപോലെ തന്നെയാണ്. മലയാളികൾക്ക് കേവലം ഒരു എഴുത്തുകാരനായിരുന്നില്ല വൈക്കം മുഹമ്മദ് ബഷീർ. രസകരമായ പേരുകൾ, കൗതുകം നിറഞ്ഞ വിക്രിയകൾ, സാധാരണക്കാരിൽ സാധാരണക്കാരായ കഥാപാത്രങ്ങൾ, ഇവയൊക്കെ ബഷീറിനെ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരനും തങ്ങളിൽ ഒരാളുമാക്കി മാറ്റുകയായിരുന്നു. അനുഭവത്തിന്റെ തീച്ചൂളയിൽ തയ്യാറാക്കിയ കൃതികൾ വായനക്കാരനെ ഇതുവരെയില്ലാത്ത അനുഭൂതികളിലേക്ക് തള്ളിവിട്ടു. അന്നേവരെ മലയാള സാഹിത്യലോകം കണ്ട വ്യാകരണ നിയമങ്ങളെയെല്ലാം ബഷീർ പൊളിച്ചെഴുതി. ബഷീറിന്റേത് ഇമ്മിണി ബല്യ എഴുത്തുശൈലിയായിരുന്നു. നാടോടിയായും സഞ്ചാരിയായും സമരഭടനായും തടവുകാരനായും ചിലവിട്ട നാളുകൾ ബഷീറിലെ എഴുത്തുകാരന് ശക്തി പകർന്നു. ജയിലിലോ ആശുപത്രി കിടക്കയിലോ ആണ് മിക്ക സാഹിത്യകാരും ഉയർന്നു വരിക എന്ന് പ്രശസ്ത റഷ്യൻ നാടകാചാര്യൻ ആന്റൺ ചെക്കോവ് പറഞ്ഞതുപോലെ ബഷീറിലെ സാഹിത്യകാരൻ ജനിച്ചത് തിരുവിതാംകൂർ പോലീസിന്റെ തടവിൽ കിടക്കുമ്പോഴാണ്. ബഷീറിന്റെ വീടിനുള്ളിൽ സജ്ജമാക്കിയിരിക്കുന്ന മുറിയിൽ ബഷീറിന്റെ എഴുത്തു കസേരയും മറ്റും സജ്ജീകരിച്ച് ഒരു മ്യൂസിയം ഒരുക്കിയിരിക്കുന്നു. രാജ്യം അദ്ദേഹത്തിന് 1982 പത്മശ്രീ നൽകി ആദരിച്ചു. ബഷീറിന്റെ ചരമവാർഷിക സമയത്തും കോഴിക്കോട് ബഷീറിന് ഉചിതമായ ഒരു സ്മാരകം ഉയർന്നു വന്നിട്ടില്ല. മാറി മാറി വരുന്ന സർക്കാരുകൾ ബഷീറിന്റെ പേരുപയോഗിച്ച് വിവിധ പരിപാടികൾ നടത്തുമ്പോൾ ഒരു സ്മാരകമെന്ന കോഴിക്കോടുകാരുടെ സ്വപ്നത്തിന് ഇനിയും ദൂരം. കടലാക്രമണം രൂക്ഷമായതോടെ കാപ്പാട് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. മണൽത്തിട്ട നഷ്ടപ്പെട്ട് കടൽ കരയിലേക്ക് ഇരച്ചു കയറുകയാണ്. കോടികൾ ചിലവഴിച്ച് നടപ്പിലാക്കിയ സൗന്ദര്യവൽക്കരണ പദ്ധതി പ്രദേശങ്ങളിലെല്ലാം കടലെടുത്തു. കൊയിലാണ്ടി കാപ്പാട് വിനോദസഞ്ചാര കേന്ദ്രം കടലെടുക്കുന്നു. 3 ദിവസമായി തുടരുന്ന അതിശക്തമായ കടൽക്ഷോഭത്തിൽ കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച സൗന്ദര്യവൽക്കരണ പദ്ധതികളെല്ലാം തകർന്നു. കടലിലേക്ക് ഇറങ്ങാൻ നിർമ്മിച്ച ഗ്രാനൈറ്റ് പാകിയ പടികളെല്ലാം തകർന്നു. ഗ്രാനൈറ്റ് പടികളുടെ അടിഭാഗത്തെ കരിങ്കിൽ കെട്ട് കടലിലേക്ക് പതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടെ ഇതുവഴി നടക്കുന്നതും പോലും അപകടാവസ്ഥയിലാണ്. ശക്തമായ കാറ്റിൽ തീരത്തെ കാറ്റാടി മരങ്ങൾ പൊട്ടിവീണു. ഇത് സന്ദർശകരുടെ ജീവനും ഭീഷണിയായിരിക്കുകയാണ്. കടലാക്രമണം ശക്തമായ സാഹചര്യത്തിൽ സഞ്ചാരികൾ കടലിൽ ഇറങ്ങുന്നതും ടൂറിസം പോലീസും ലൈഫ് ഗാർഡും വിനോദസഞ്ചാരത്തിലെ സുരക്ഷാ ജീവനക്കാരും വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കടലാക്രമണത്തിൽ തീരത്തെ മണൽത്തിട്ടകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. തീരദേശ റോഡും കടൽക്ഷോഭ ഭീഷണി നേരിടുകയാണ്. ഈ ചരിത്ര തീരത്തിന്റെ വികസനത്തിനായി സംസ്ഥാന ടൂറിസം വകുപ്പ് 5.32 കോടി രൂപ ചിലവഴിച്ചിരുന്നു. ഇവയെല്ലാം കടൽക്ഷോഭത്തിൽ തകരുമെന്ന ആശങ്കയും പരിസരവാസികൾക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. രാഷ്ട്രീയ പ്രേരിത സ്ഥലമാറ്റത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. NGO അസോസിയേഷൻ നേതൃത്വത്തിൽ DD ഓഫീസ് പരിസരത്ത് പ്രതിഷേധ കൂട്ടായ്മ തീർത്തു. NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C പ്രേമവല്ലി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പിലെ രാഷ്ട്രീയ പ്രേരിത അന്യായ സ്ഥലമാറ്റത്തിൽ പ്രതിഷേധിച്ച് കേരള NGO അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് DD ഓഫീസ് പരിസരത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കേരള NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C പ്രേമവല്ലി പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു.
ഭരണമാറ്റത്തിന്റെ മറവിൽ ഉദ്യോഗസ്ഥർക്കെതിരെ തുടരുന്ന ഇത്തരം നടപടികൾ ശക്തമായി നേരിടുമെന്ന് സി പ്രേമവല്ലി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മാനുഷിക മൂല്യങ്ങളെയോ അല്ലെങ്കിൽ മാനുഷിക ബന്ധങ്ങളെയോ പൊതുമാനദണ്ഡത്തെ മാത്രമല്ല മാനുഷിക മൂല്യങ്ങളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ അവശരും അശരണരുമായ ആളുകളെ, സർക്കാർ ജീവനക്കാരനെ ഇവരൊക്കെ അവരെ നിഷ്കരണം സ്ഥലം മാറ്റിക്കൊണ്ട് രസിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. കണ്ണൂർ മോഡൽ ഒരു സെൽഭരണമാണ് ഇവിടെ സർക്കാർ ആലോചിക്കുന്നത്. അത് തന്നെയാണ് NGO യൂണിയനും ആഘോഷിക്കുന്നത്, സെൽഭരണം. പിണറായിയോടാണ് ഇവിടെ മുഖ്യമന്ത്രി. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് തോന്നിയാസവും നടത്താം, അങ്ങനെ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോവാം. NGO അസോസിയേഷന്റെ ഒരു പ്രവർത്തകരെയും ജില്ലയ്ക്ക് അകത്തോ അല്ലെങ്കിൽ ജില്ലാ കേന്ദ്രങ്ങളിലോ വെച്ച് പൊറുപ്പിക്കേണ്ടതില്ല എന്നൊരു ധാരണ NGO യൂണിയൻ ഉണ്ടായെങ്കിൽ ആ ധാരണ തിരുത്തേണ്ട സമയമായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. NGO അസോസിയേഷൻ സിറ്റി പ്രസിഡന്റ് രഞ്ജിത്ത് ചോമ്പല അധ്യക്ഷം വഹിച്ചു. സിറ്റി സെക്രട്ടറി സുനിൽകുമാർ പൈമ്പ്ര, NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MA ഖാദർ, ജില്ലാ സെക്രട്ടറി NP ബാലകൃഷ്ണൻ, ട്രഷറർ P പ്രദീപൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇടവേള. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur, Bobby Chemanur International Jewelers. അതെ, ആടിമാസാണ്, നമുക്ക് ഷോപ്പ് ചെയ്യണം. പക്ഷേ ഷോപ്പിംഗ് നല്ല ഒറിജിനൽ ആടി സെയിലിൽ നിന്നായിരിക്കണം. ഇതിലുണ്ടോ ഒറിജിനലും അല്ലാത്തത്? എടാ, പൂരങ്ങൾ എത്ര എണ്ണം ഉണ്ട്, പക്ഷെ തൃശൂർ പൂരം ഒന്നല്ലേ ഉള്ളൂ. അതുപോലെയാണ് കല്യാൺ സിൽക്സിന്റെ ആടി സെയിൽ. ആടിമാസക്കാലത്ത് ഇന്ത്യയിലെ പ്രമുഖ മില്ലുകൾ അവരുടെ പുതിയ കളക്ഷൻസ് കല്യാൺ സിൽക്സിന് നൽകുന്നത് വലിയ വിലക്കുറവിലാണ്. ആ കിഴിവ് കല്യാൺ സിൽക്സ് അതുപോലെ തന്നെ നമുക്ക് കൈമാറുന്നു. ഒപ്പം സ്വന്തം പ്രൊഡക്ഷൻ ഹൌസിലെ പുതിയ കളക്ഷൻസ്. കല്യാൺ സിൽക്സ് ഒറിജിനൽ ആടി സെയിൽ 2016 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. അപ്പോ ഈ ആടി നമുക്ക് പൂരാക്കണം. വെറും പൂരമല്ല മോനെ, നല്ല ഒറിജിനൽ തൃശൂർ പൂരം. കല്യാൺ സിൽക്സ്. ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. Lulu Wedding Center, Perambra, Tamarasheri, Mukkam, Balusheri. വാഹന വിൽപ്പനയിലും ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനത്തിലും 7 പതിറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള ഗ്രൂപ്പിൽ നിന്നും വിഷൻ ഹോണ്ട ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലും. ആഘോഷിക്കൂ ഈ ഉത്സവവേള വിഷൻ ഹോണ്ടയുടെ സെയിൽസ് ആൻഡ് സർവീസിനൊപ്പം. ഏവർക്കും സ്വാഗതം. വിഷൻ മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, നിയർ പാസ്പോർട്ട് സേവാ കേന്ദ്ര, ചുങ്കം, വെസ്റ്റീൽ, കാലിക്കറ്റ്. ഫോൺ 0495238655, 23867888, 8606165222. വാർത്തകൾ തുടരുന്നു. മിലിറ്ററി റിസർവിസ്റ്റ് പെൻഷൻകാരുടെ സംഗമം കോഴിക്കോട്ട് നടന്നു. പെൻഷൻ നടപടിയിൽ കേന്ദ്ര ഗവൺമെന്റിന് നൽകിയ നിവേദനത്തിൽ നടപടികൾ സ്വീകരിക്കാത്തതിൽ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഇവർ. മിലിറ്ററി റിസർവിസ്റ്റ് പെൻഷൻകാരുടെ സംഗമം കോഴിക്കോട്ട് നടന്നു. 15ഉം 20ഉം വർഷം സർവീസ് പൂർത്തിയാക്കി പിരിഞ്ഞവരാണ് ഇവർ. 2006 മുതൽ 2009ലും 2014ലും 1 റാങ്ക് 1 പെൻഷനിൽ ഇവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. തുടർന്ന് പലതവണ കേന്ദ്ര ഗവൺമെന്റിന് നിവേദനം സമർപ്പിച്ചിട്ടും നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. സാധാരണ ഒരു ജവാന് കിട്ടുന്ന പെൻഷൻ ഞങ്ങൾക്കും അർഹതപ്പെട്ടതാണ്, അത് നമുക്ക് തരണം. കാരണം 1962 മുതൽ 1971 വരെയുള്ള 2-3 യുദ്ധത്തിൽ പങ്കെടുത്ത് ഗവൺമെന്റിന് എക്സസ് വന്നപ്പോൾ, രാഷ്ട്രീയ സാമ്പത്തികവാദി വന്നപ്പോൾ ഞങ്ങളെ റിസർവിലയക്കും 30 രൂപ അലവൻസ് പ്രതിമാസം അലവൻസ് തന്ന് ഞങ്ങളെ
റിസർവിൽ അയക്കുകയും എല്ലാ 2 വർഷം കൂടുമ്പോൾ ട്രെയിനിങ്ങിന് പോയി ആ കാലയളവ് പൂർത്തീകരിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഞങ്ങൾ അർഹതപ്പെട്ടതാണ് ഒരു ജവാന്റെ പെൻഷൻ എന്ന് വെച്ച് കിട്ടാൻ 15 വർഷം പൂർത്തിയാക്കിയത്. പെൻഷൻ നേടിയെടുക്കാൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. ടി.കെ. ഉണ്ണിമാധവൻ നായർ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. വി.കെ. പറമ്പിൽ, കെ. വിമലകുമാരി തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലാപ്പറമ്പ് AIP സ്കൂളിലെ കുട്ടികൾ ഇപ്പോൾ സന്തോഷത്തിലാണ്. എന്നാൽ സ്കൂളിലെ കുഞ്ഞുവയറുകൾ നിറയ്ക്കാൻ വേണ്ടി അടുപ്പ് ഉപയോഗിക്കുന്ന മാലതിക്ക് കഷ്ടപ്പാടിന്റെ മറുവശം കഷ്ടപ്പാട് തന്നെയാണ്. സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ ഒരു ദിവസം താണ്ടുകയാണ് ഇവർ. മലാപ്പറമ്പ് AUP സ്കൂളിനെ പെട്ടെന്നൊന്നും ആരും മറക്കില്ല. സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ടും കലക്ടറേറ്റിലെ എഞ്ചിനീയേഴ്സ് ഹാളിലാണ് പ്രവർത്തനം ഇപ്പോഴും. വൈകാതെ തന്നെ അധികൃതർ ഇതിന് പരിഹാരം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ പ്രശ്നം ഇപ്പോൾ ഇതല്ല. സ്കൂളിലെ കുരുന്നുകൾക്ക് വേണ്ടി വർഷങ്ങളായി തീയും പുകയും തിന്ന് കഞ്ഞിയും പയറും ഉണ്ടാക്കുന്ന മാലതിയെ ആരും ഓർക്കുന്നില്ല. കഷ്ടപ്പാടിന്റെ കയങ്ങൾ താണ്ടാനുള്ള മാലതിയുടെ ദിവസ വരുമാനം കേട്ട് ഞെട്ടരുത്. 200 രൂപ. മുമ്പിത് 150 രൂപയായിരുന്നു. കോഴിക്കോട് പെരുമണ്ണ സ്വദേശിയായ മാലതിക്ക് ബസ് യാത്രയ്ക്ക് വേണം ദിവസവും 60 രൂപ. വീട്ടുചിലവും കഴിച്ച് മാറ്റിവെക്കാനായി ബാക്കി ഒന്നും കാണില്ല. പിന്നെ ആദ്യം 11:30 മണിക്ക് കഞ്ഞി കൊടുക്കായിരുന്നു കുട്ടികൾക്ക്. ഇപ്പൊ കൊടുക്കാൻ കഴിയില്ല. കുട്ടികൾ ഇപ്പൊ എന്നെ കണ്ടിട്ട് കുട്ടികൾ വിഷമിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കുട്ടികളെയും ടീച്ചർമാരെയൊക്കെ കാണാൻ വേണ്ടി ഇന്ന് രാവിലെ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചോറും കറിയും മാത്രമേ ഇവിടുന്ന് എങ്ങനെയൊക്കെ ചെയ്തിട്ട് കൊടുക്കാൻ കഴിയുന്നുള്ളൂ. 2 ബസ് മാറിയിട്ട് വേണം എനിക്ക് വരാൻ. ഞാൻ 37 കൊല്ലമായി. ആ, വരാണ്ടിരിക്കാൻ എനിക്ക് കഴിയൂല. പക്ഷെ എനിക്ക് മരുന്ന് വാങ്ങണമല്ലോ. ഈ ജോലി ചെയ്തിട്ട് വേണം എനിക്ക് പൈസ കിട്ടിയിട്ട് എനിക്ക് മരുന്ന് വാങ്ങണം. മരുന്നുമില്ല നടക്കാണ്. എന്നെ കൊണ്ട് കഴിയുന്ന മാതിരി എനിക്ക് ഒരു മടിയില്ല. എനിക്ക് വെച്ചുണ്ടാക്കി കൊടുക്കാൻ എൻ്റെ മക്കൾക്ക്. എൻ്റെ പൊന്നും മക്കളാണ്. സ്കൂൾ അടച്ചുപൂട്ടിയതിനാൽ ഭക്ഷണം പാചകം ചെയ്യുന്നത് സിവിൽ സ്റ്റേഷന് സമീപമുള്ള സ്മൈൽ ഗൈഡൻസ് സെന്ററിൽ വെച്ചാണ്. മാലതിക്ക് ഭക്ഷണം പാചകം ചെയ്താൽ മാത്രം പോരാ, ഓട്ടോറിക്ഷയിൽ കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും വേണം. കഷ്ടപ്പാടിന്റെ മറുവശം കഷ്ടപ്പാട് തന്നെയാണ് ഇവരുടേത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സിവിൽ എഞ്ചിനീയറിംഗിൽ വൈദഗ്ധ്യം നേടി വീട് നിർമ്മാണത്തിലും രൂപകൽപ്പനയിലും വ്യത്യസ്തത തീർത്ത കൊയിലാണ്ടി കൊല്ലം സ്വദേശിനി വിനീത ജൈവ കൃഷിയിലും മികവ് തേടുകയാണ്. വീടിന്റെ ടെറസിലും പറമ്പിലും കഴിഞ്ഞ 11 വർഷത്തോളമായി ജൈവ കൃഷിയിൽ ഇവർ സജീവമാണ്. ഒരു റിപ്പോർട്ട്. കൊയിലാണ്ടി കുന്നേർമലയുടെ മുകളിലാണ് വിനീതയുടെ വീടും കൃഷിസ്ഥലവും. ഇവിടെ വെള്ളം കിട്ടാൻ ഏറെ പ്രയാസമാണ്. അതുപോലെ തന്നെ കൃഷി ചെയ്യാനും എളുപ്പവുമല്ല. അതുകൊണ്ട് തന്നെ ഗ്രോ ബാഗിലാണ് കൃഷി ആരംഭിച്ചത്. പറമ്പുകളിൽ കൂടാതെ 200ഓളം ഗ്രോ ബാഗുകളിലും അന്താരാഷ്ട്ര പയർ വർഷത്തിന്റെ ഭാഗമായി പയർ കൃഷിക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മണ്ണും ചകിരിച്ചോറും എല്ലുപൊടിയും ചാണകപ്പൊടിയും പാകത്തിന് ചേർക്കും. തുടർന്ന് തൈ നടും. വളർന്നു വരുന്ന ഘട്ടത്തിൽ ജീവാമൃതവും ബീജാമൃതവും വളമായി നൽകും. കീടനാശിനിയായി പുകയില കഷായവും തളിക്കുന്നു. ആവശ്യക്കാർക്ക് പയർ കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് കാലാവസ്ഥയിലും ഇവിടെ പച്ചക്കറികൾ ലഭിക്കുന്നതായി വിനീത പറയുന്നു. പയറും വെണ്ടയും ചതുരപ്പയറും ബീൻസും വിവിധതരം പച്ചമുളകും വഴുതിനയും ചീരയും ഏത് സമയത്തും ടെറസിലും പറമ്പിലും റെഡിയാണ്. ആവശ്യക്കാർ ഇവിടെ എത്തിയാണ് ഇവ വാങ്ങിക്കുന്നത്. കൊയിലാണ്ടി കൃഷിഭവൻ ആവശ്യമുള്ള നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകുന്നുണ്ട്. കുടുംബത്തിന്റെയും പൂർണ്ണ പിന്തുണയും സഹായം ലഭിക്കുന്നതായും വിനീത പറയുന്നു. പച്ചക്കറികൾ കൂടാതെ വിവിധതരം പൂച്ചെടികളും ഓർക്കിഡുകളും നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട്. ജീവിത സാഹചര്യങ്ങളിലുണ്ടാകുന്ന പ്രയാസങ്ങളെ തരണം ചെയ്യാൻ ഈ കൃഷിയിലൂടെ സാധിക്കുന്നു. ഏതൊരു ഗൃഹനാഥയ്ക്കും കാലത്തും വൈകിട്ടും കിട്ടുന്ന അല്പനേരം ഇതിനായി മാറ്റിവെച്ചാൽ ശുദ്ധമായ പച്ചക്കറികൾ നമ്മുടെ പറമ്പുകളിൽ വിളയിക്കാൻ സാധിക്കുമെന്ന് ഇവർ തങ്ങളുടെ വീടിനോട് ചേർന്നുള്ള പച്ചക്കറി ചൂണ്ടിക്കാട്ടി കാണിച്ചു തരുന്നു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. MSM ഖുർആൻ വിജ്ഞാന പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ 500ലധികം കേന്ദ്രങ്ങളിലായി 10,000-ഓളം പരീക്ഷാർത്ഥികളാണ് പങ്കെടുത്തത്. ഓഗസ്റ്റ് 2-ന് സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്ന് MSM ഭാരവാഹികൾ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. MSM സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ 20ാമത് ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. ജനറൽ വിഭാഗത്തിൽ പാലേമാട് സലഫി മദ്രസയിൽ പരീക്ഷ എഴുതിയ അഷ്റഫ് PT 1ാം സ്ഥാനവും എറണാകുളം ബൈത്തുൽ ഖുർആനിൽ പരീക്ഷ എഴുതിയ നസിറ അസീസ് 2ാം സ്ഥാനവും പുളിക്കൽ മദ്രസത്തുൽ ഫിർഖാനിൽ പരീക്ഷ എഴുതിയ അദീബ ഉള്ളാട്ടിൽ 3ാം സ്ഥാനവും നേടി. ജൂനിയർ വിഭാഗത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ ഗുബ എജിലു ഹോമിലെ ആയിഷ ആസാദ്, ആയിഷ റൈഹാന, തിരുത്തിയാടി ഇസ്ലാമിക് സെന്ററിലെ മിസ്ന ഗഫൂർ എന്നിവർ കരസ്ഥമാക്കി. ജനറൽ വിഭാഗത്തിലെ 1, 2, 3 സ്ഥാനക്കാർക്ക് 30,000, 20,000, 10,000 രൂപയുടെ ക്യാഷ് പ്രൈസ്, ജൂനിയർ വിഭാഗത്തിലെ ആദ്യ 2 റാങ്കുകാർക്ക് സൈക്കിൾ എന്നിവ ആഗസ്റ്റ് 2-ന് നടക്കുന്ന പ്രത്യേക പരിപാടിയിൽ നൽകും. കൂടാതെ 10 റാങ്കുകാർക്കുള്ള പ്രോത്സാഹന സമ്മാനം, വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് എന്നിവയും നൽകും. സൂറത്ത് നൂർ
ഫുർഖാൻ, നാസ് മുതൽ ആല വരെയുള്ള അധ്യായങ്ങൾ എന്നിവയെ ആസ്പദമാക്കിയായിരുന്നു പരീക്ഷ. വാർത്തകളിൽ മറ്റൊരിടവേള. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. വാഹന വിൽപ്പനയിലും ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനത്തിലും 7 പതിറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള ഗ്രൂപ്പിൽ നിന്നും വിഷൻ ഹോണ്ട ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലും. ആഘോഷിക്കൂ ഈ ഉത്സവവേള വിഷൻ ഹോണ്ടയുടെ സെയിൽസ് ആൻഡ് സർവീസിനൊപ്പം. ഏവർക്കും സ്വാഗതം. വിഷൻ മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, നിയർ പാസ്പോർട്ട് സേവാ കേന്ദ്ര, ചുങ്കം, വെസ്റ്റീൽ, കാലിക്കറ്റ്. ഫോൺ 0495238655, 23867888, 8606165222. ഞങ്ങൾക്കേ ബില്ല് വേണ്ട, അപ്പൊ ടാക്സ് കുറയില്ലേ? നമ്മക്ക് പറ്റില്ലാട്ടാ. ബില്ലില്ലാണ്ട് ഒരു തരി സ്വർണം പോലും ഇത് പുറത്തേക്കാ പോവില്ല. അത് നമ്മുടെ കമ്പനി പോളിസിയാ. നിങ്ങൾ വാങ്ങുന്ന സ്വർണത്തെ സംബന്ധിച്ച് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഏതൊരു തർക്കത്തിലും നിയമപരിരക്ഷ ലഭിക്കുവാനും ഉടമസ്ഥാവകാശം തെളിയിക്കുവാനുമുള്ള ആധികാരികമായ രേഖയാണ് ബില്ല്. ഒപ്പം നിങ്ങൾ വാങ്ങിയ സ്വർണം നിയമവിധേയമായി കൈമാറ്റം ചെയ്യാനും വിൽക്കാനും ബില്ല് അത്യാവശ്യമാണ്. അത് കുഴപ്പമില്ല. പക്ഷെ കുഴപ്പമുണ്ട്. നിങ്ങൾ വാങ്ങിയ സ്വർണത്തിന്റെ സോഴ്സ് അന്വേഷിച്ച് വല്ല ഉദ്യോഗസ്ഥർ വന്ന കാണിച്ചു കൊടുക്കാൻ തെളിവില്ലാച്ചാ സംഗതി കഴിയുന്നാ പോവും. സ്വർണത്തിന്റെ പരിശുദ്ധിയും തൂക്കവും കല്ലുകളുടെ തൂക്കവും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയതാണ് ഈ ബിൽ. അതിനാണ് വാല്യൂ. അത്ര വലിയ ടാക്സ് ഒന്നുമില്ല, വെറും 1.25%. അത്രയുള്ളൂ? ഞങ്ങളോട് പലരും പറഞ്ഞത് കൊറേ പൈസയാകുന്നാണല്ലോ. നമുക്ക് ആ ലാഭം വേണ്ടോ, ബില്ലെടുത്തോളൂ. സ്വർണം വാങ്ങുമ്പോൾ ബിൽ ചോദിച്ചു വാങ്ങൂ, അത് നിങ്ങളുടെ അവകാശമാണ്. സാമൂഹ്യ പ്രതിബദ്ധതയോടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് മുതലക്കുളം റോഡ് വീതി കൂട്ടുമ്പോൾ കുടിയൊഴിപ്പിക്കപ്പെട്ട അലക്ക് തൊഴിലാളികളുടെ പുനരധിവാസം ഉടൻ നടപ്പിലാക്കണമെന്ന് മണ്ണാൻ വണ്ണാൻ സമുദായ സംഘം. സമുദായ സംഘത്തിന്റെ വാർഷിക സമ്മേളനമാണ് ഇക്കാര്യം ഉന്നയിച്ചത്. തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ണാൻ വണ്ണാൻ സമുദായത്തിന്റെ 12ാം വാർഷിക സമ്മേളനം കോഴിക്കോട്ട് നടന്നു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്തത്. സമുദായത്തിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഗണിച്ച് ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. കോഴിക്കോട് മുതലക്കുളം റോഡ് വീതി കൂട്ടുമ്പോൾ കുടിയൊഴിപ്പിക്കപ്പെട്ട അലക്കുതൊഴിലാളികളുടെ പുനരധിവാസം ഉടൻ നടപ്പിലാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഇ പി ചെറുട്ടി മാസ്റ്റർ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ ചന്ദ്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അതൊക്കെ നല്ല രീതിയിൽ നേടിയെടുക്കാൻ സാധിച്ചു എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. ഇനിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഈ മണ്ണാൻ ഒരുപാട് സമുദായ സംഘങ്ങൾക്ക് മാത്രമല്ല, പൊതുവെ 2015 മെഡിക്കൽ എൻട്രൻസിന് SC പട്ടികയിൽ 1ാം റാങ്കും ജനറൽ വിഭാഗത്തിൽ 126ാം റാങ്കും നേടിയ നിർമ്മൽ കൃഷ്ണനെ ചടങ്ങിൽ അനുമോദിച്ചു. രാമചന്ദ്രൻ PP, നന്ദകുമാർ, അഡ്വക്കേറ്റ് PA പ്രസാദ്, പത്മനാഭൻ, M രമേശൻ, അശോകൻ മാസ്റ്റർ, V നാരായണൻ, OK വിശ്വനാഥൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സർക്കാരിന്റെ 10ാം ശമ്പള പരിഷ്കരണത്തിലൂടെ NRHM ജീവനക്കാരുടെ ശമ്പളം ഉടൻ വർദ്ധിപ്പിക്കണമെന്ന് NRHM എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി VR പ്രതാപൻ. യൂണിയൻ ജില്ലാ സമ്മേളനം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ വർഷങ്ങളായി കരാർ ജീവനക്കാരായി ജോലി ചെയ്യുന്ന ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് NRHM എംപ്ലോയീസ് യൂണിയൻ. യൂണിയന്റെ ജില്ലാ സമ്മേളനം കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. NRHM എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി VR പ്രതാപൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ 10ാം ശമ്പള പരിഷ്കരണത്തിലൂടെ ജീവനക്കാരുടെ ശമ്പളം ഉടൻ തന്നെ വർദ്ധിപ്പിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ശമ്പളത്തിന് ആനുപാതികമായ ശമ്പള വർദ്ധനവ് നാഷണൽ റൂറൽ കമ്മീഷന്റെ ജീവനക്കാർക്ക് ബാധകമാക്കണം. അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് ശ്രീമതി നടത്തുകയും അനുഭവപൂർവമായ നിലപാട് കൈക്കൊള്ളാൻ സമ്മതിക്കുകയും ചെയ്തു. തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, അവധി ദിവസങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. ചടങ്ങിൽ INTCU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ മുഖ്യപ്രഭാഷണം നടത്തി.
ലിൻസി സ്നേഹജൻ, സിജു കെ നായർ, PS സീമ, സതീകുമാരി, സജീവ് കുമാരി, ദീപ്തി ബാല തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ബീച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഇൻസ്റ്റാളേഷൻ സെറിമണി സംഘടിപ്പിച്ചു. കോഴിക്കോട് ഹോട്ടൽ മഹാറാണിയിൽ വെച്ച് നടന്ന പരിപാടി ലയൺസ് ക്ലബ്ബ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ MJF ഗണേശൻ കണിയാറക്കൽ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ബീച്ച് ഇൻസ്റ്റാളേഷൻ സെറിമണി സംഘടിപ്പിച്ചു. കോഴിക്കോട് ഹോട്ടൽ മഹാറാണിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ MJF ഗണേശൻ കണിയറക്കൽ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. ഒപ്പം ഡോക്ടർ S ശാന്തകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സാംസൺ M ജോൺ, ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ MK സന്തോഷ് കുമാർ, NP സുരേഷ്, P സജീവ് കുമാർ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. അഞ്ജന സന്തോഷ്, അവന്തിക സജീവ്, പ്രിയ സാംസൺ, ലയൺസ് ക്ലബ്ബ് ചാർട്ടേഡ് മെമ്പേഴ്സായ UK ഭാസ്കരൻ നായർ, K കനകരാജൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ലയൺ സജീവ് കുമാർ P പ്രസിഡന്റായും ലയൺ സുരേഷ് NP സെക്രട്ടറിയായും ലയൺ അനീഷ് കുമാർ MV ട്രഷററായും സ്ഥാനമേറ്റു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കേരള സാംസ്കാരിക പരിഷത്ത് വർഷം തോറും നടത്തുന്ന റംസാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി 150ഓളം കുടുംബങ്ങൾക്ക് നൽകുന്ന വസ്ത്രവിതരണത്തിന്റെ ഉദ്ഘാടനം ജീവകാരുണ്യ പ്രവർത്തകൻ MV കുഞ്ഞാമു നിർവഹിച്ചു. കേരള സാംസ്കാരിക പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഗന്മയൻ ചന്ദ്രപുരി കിറ്റ് ഏറ്റുവാങ്ങി. ജില്ലാ പ്രസിഡന്റ് P അനിൽ ബാബു, DCC ജനറൽ സെക്രട്ടറി P കുഞ്ഞിമൊയ്തീൻ, സിറാജ് പയ്യുടിമേത്തിൽ, റിനേഷ് ബാൽ, KM ഹരിദാസ്, റിയാസ്, MV സുരേഷ് ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളുടെയും സഹായികളുടെയും സേവനത്തിനായി 2015 സെപ്റ്റംബറിൽ രൂപീകൃതമായ ട്രസ്റ്റാണ് പ്രതീക്ഷ കമ്മ്യൂണിറ്റി സർവീസ് സെന്റർ. ഹംസാഫ് കെട്ടിടത്തിലെ 1ാം നിലയിലാണ് ഇതിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. പ്രതീക്ഷ കമ്മ്യൂണിറ്റി സർവീസ് സെന്റർ മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് ശ്രദ്ധേയമായി. പ്രതീക്ഷ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം മേധാവിയും കേരള സോഷ്യൽ സർവീസ് സെക്യൂരിറ്റി മുൻ ഡയറക്ടറുമായ ഡോക്ടർ TP അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TP ഭാസ്കരൻ, SDTU സംസ്ഥാന കമ്മിറ്റി അംഗം വേലായുധൻ വേട്ടാത്ത്, ഫെഡറൽ ബാങ്ക് മാനേജർ ഉണ്ണികൃഷ്ണൻ, ഇക്ര ഹോസ്പിറ്റൽ ഓപ്പറേഷൻ മാനേജർ മുഹമ്മദ് ജസീൽ, മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ അശോകൻ, ഡോക്ടർ റാഷിദ്, സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവിലെ ഉസ്മാൻ മാവൂർ, പ്രതീക്ഷ പ്രസിഡന്റ് P നിസാർ അഹമ്മദ്, ജനറൽ സെക്രട്ടറി മുസ്തഫ കൊമ്മേരി, ട്രഷറർ K ഷമീർ, KK കബീർ, സിദ്ദിഖ് കാരാടി തുടങ്ങിയവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജീവനക്കാരുടെ രാഷ്ട്രീയ പ്രേരിത സ്ഥലമാറ്റത്തിൽ പ്രതിഷേധം ശക്തം. NGO അസോസിയേഷൻ പ്രതിഷേധ കൂട്ടായ്മ DD ഓഫീസ് പരിസരത്ത്. മിലിറ്ററി റിസർവിസ്റ്റ് പെൻഷൻകാരുടെ പെൻഷൻ നടപടിയിൽ മുഖം തിരിച്ച് കേന്ദ്ര ഗവൺമെന്റ്. കോടതിയെ സമീപിക്കാനൊരുങ്ങി പെൻഷനേഴ്സ്. മലയാള സാഹിത്യ ലോകത്തിലെ സുൽത്താൻ അകന്നു മറഞ്ഞിട്ട് 22 ആണ്ട്. എങ്ങുമെത്താതെ ബഷീർ സ്മാരക സ്വപ്നം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.